നമസ്കാരം. കൊച്ചി നഗരത്തിൽ മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെന്റിന്റെ കർശന പരിശോധന. 3 ഡ്രൈവർമാർ ലഹരി ഉപയോഗിച്ച് വണ്ടി ഓടിച്ചത് കണ്ടെത്തിയ മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെന്റ് 6 മാസത്തേക്ക് ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയും 10,000 രൂപ വീതം പിഴ ഈടാക്കുകയും ചെയ്തു. മറ്റ് 18 ബസ്സുകൾക്കും വിവിധ നിയമലംഘനത്തിനെതിരെ കേസുകൾ ചുമത്തിയിട്ടുണ്ട്. പെർമിറ്റ് ഇല്ലാതെ വണ്ടിയോടിച്ച ബസ്സുകളും ഇതിൽ ഉൾപ്പെടുന്നു. ജൂലൈ 18 വരെ കർശനമായ പരിശോധന ഉണ്ടാകുമെന്നാണ് മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെന്റ് അറിയിക്കുന്നത്. പക്ഷെ കാര്യങ്ങൾ ഇതുകൊണ്ട് ശരിയാകുമോ എന്ന ചോദ്യം പ്രസക്തമാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തുന്ന വിദേശ സഞ്ചാരികൾ അടക്കം ഇവിടെയുള്ള ട്രാഫിക് രീതികൾ കണ്ട് പേടിക്കാറുണ്ട്. യാതൊരു നിയന്ത്രണവുമില്ലാതെ വഴിയിലൂടെ നിർബാധം പായുന്ന പ്രൈവറ്റ് ബസ്സുകൾ ഏതു സമയത്താണ് അവരുടെ ലൈൻ മാറി ഇടത്തേക്കും വലത്തേക്കും തിരിയുന്നത് എന്ന് ഒരിക്കലും പ്രവചിക്കുവാൻ സാധ്യമല്ല. ഇരുചക്ര വാഹനവും കാറുകളും ഈ അവസരത്തിൽ മാറിക്കൊടുത്തില്ലെങ്കിൽ സാരമായ പരിക്കു പറ്റുവാനും നഷ്ടം സംഭവിക്കുവാനും സാധ്യതയുണ്ട്. പക്ഷെ ഇതൊന്നും അവരെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. മിക്കവരും തങ്ങളുടെ ജീവനെ ഓർത്ത് വണ്ടി നിർത്തിക്കൊടുക്കുകയോ അല്ലെങ്കിൽ മാറിപ്പോകുകയോ ആണ് പതിവ്. നിയമം നടത്തുന്ന ഉത്തരവാദിത്തപ്പെട്ടവർ മറ്റ് രാജ്യങ്ങളിൽ പോയി കാണേണ്ട കാഴ്ചയാണ് ഒരു ട്രാഫിക് സംവിധാനം എങ്ങനെ നിയന്ത്രിക്കണം എന്നത്. ലൈൻ ട്രാഫിക്കിനെ കുറിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശം ഉണ്ടായിട്ട് പോലും അതിനെ വകവയ്ക്കാതെ നിയമലംഘകർ അടക്കി വാഴുന്ന റോഡുകളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. നിയമത്തെക്കാൾ ഉപരിയായി കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന രീതിയാണ് പലപ്പോഴും റോഡുകളിൽ കാണുന്നത്. ലഹരി ഉപയോഗിച്ചും ഗുണ്ടായിസം കാട്ടിയും വഴികളിലൂടെ വിലസുന്ന ഇത്തരക്കാരുടെ ന്യായം അവർക്ക് സമയത്ത് ഓടിയെത്തണം എന്നതാണ്. ആരാണ് ഈ സമയം നിശ്ചയിച്ചത്? ജനങ്ങളുടെ ജീവനേക്കാൾ സ്വത്തിനേക്കാൾ വലുതാണോ ഈ സമയക്രമങ്ങൾ? ഇത് പ്രായോഗികമല്ലെങ്കിൽ ഇത്തരം സമയക്രമങ്ങൾ മാറ്റുകയും പ്രായോഗികമായ സംവിധാനങ്ങൾ നിർമ്മിക്കുകയും വേണം. ചെറിയ വാഹനങ്ങൾക്ക് പുറകെ നിരന്തരം ഹോൺ അടിക്കുകയും ശബ്ദഭീഷണിയിൽ അവരെ എങ്ങനെയെങ്കിലും തള്ളി മാറ്റിക്കൊണ്ട് മുന്നോട്ട് കുതിക്കുകയും ചെയ്യുന്ന ബസ്സുകൾ നഗരത്തിൽ സ്ഥിരമായ കാഴ്ചയാണ്. ഒരു ബസ് മറ്റൊരു ബസിന്റെ സമയത്ത് ഓടിയാൽ ഇരു ബസ്സുകളും അന്യോന്യം നടത്തുന്ന ഗുണ്ടായുസവും സ്ഥിരമായ കാഴ്ച തന്നെ. മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെന്റും പോലീസും കാര്യമായി പ്രവർത്തിച്ചാൽ മാത്രമേ നിയമം ഇവിടെ നടപ്പാവുകയുള്ളൂ. ഹെൽമറ്റ് ധരിക്കാത്തവർക്കെതിരെ നടപടിയെടുക്കേണ്ടത് ആവശ്യമാണ്. പക്ഷെ ഏറ്റവും വലിയ നേട്ടം ഹെൽമറ്റ് ധരിക്കാത്തവനെ പിടിക്കുന്നതാണ് എന്ന് ധരിക്കുന്ന അധികാരികളുടെ ആ നിലപാടാണ്. വലിയ കുറ്റങ്ങൾക്കെതിരെ നടപടിയെടുക്കുവാനുള്ള ആർജവം ഇല്ലാത്തത് കൊണ്ടാണോ, അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുവാൻ മനസ്സില്ലാത്തതാണോ പലപ്പോഴും ഇത്തരം കുറ്റവാളികൾ രക്ഷപ്പെടുന്നത് എന്ന കാര്യവും ഡിപ്പാർട്ട്മെന്റുകൾ പരിശോധിക്കേണ്ടതാണ്.